3 ഗോളുകൾ അടിച്ച് എന്തായാലും ബ്രസീൽ 2026 വേൾഡ് കപ്പിന്റെ ആദ്യ വിജയം 3 പോയിന്റുകൾ ഇൻ സ്റ്റൈൽ തന്നെ എടുത്തിരിക്കുകയാണെന്നുള്ളതാണ്. ഹെയ്ത്തിക്കെതിരെയാണെന്നുണ്ടെങ്കിലും ആ മാച്ചിനെ കുറിച്ചുള്ള ഒരു 3 പോയിന്റുകളും കൂടെ നമുക്ക് നോക്കിപ്പോയല്ലോ. അപ്പോൾ നമ്മുടെ കാര്യപരിപാടികൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഫോളോ, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഓർമ്മിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കാണ്ടോ. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാത്യൂസ് കുനിയ. വാട്ട് എ പ്ലെയർ ഈസ് അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഗോൾ ആ പൊസിഷനിങ് ആണെങ്കിലും സംഭവം ഒരു റീബൗണ്ട് ചെയ്ത് വരുന്ന ബോളാണ്. അതിന് ആ പൊസിഷനിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുക. രണ്ടാമത്തത് ലൈക്ക് ആഡി പൊളി, ഒന്നും പറയാനില്ല. മിക്കവാറും പുള്ളി തന്നെയായിരിക്കും പ്ലെയർ ഓഫ് ദ മാച്ച് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ട് തോന്നിയത് അതാണ് എൻ്റെ രണ്ടാമത്തെ പോയിന്റ്, വിനീഷ്യസ് ജൂനിയർ. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു വിനീഷ്യസ് ജൂനിയറിൻ്റെ. ആൻഡ് സം ടൈംസ് നമ്മൾ പറയുന്ന പോലെ തന്നെ ബിഗ് പ്ലെയർ തന്നെയാണ്, എന്ന് വെച്ചാൽ ബിഗ് മാച്ച് പ്ലെയർ തന്നെയാണ്. പലപ്പോഴും കറക്റ്റ് ടൈമിൽ എനിക്ക് തോന്നുന്നു ഒരു അസിസ്റ്റും ഒരു ഗോളും വിനീഷ്യസ് ജൂനിയറിൻ്റെ ആയിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫിലാണെന്നുണ്ടെങ്കിലും അടിക്കേണ്ടതായിരുന്നു, പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഒരു അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല. പക്ഷെ എന്തായാലും ഇതൊരു തകർപ്പൻ വിജയം തന്നെയാണ്. ആകെ ടെൻഷൻ എന്ന് പറയുന്നത് ബ്രസീലിൻ്റെ വിങ് ബാക്കുകളും അതുപോലെ തന്നെ ഡിഫൻസും മിഡും എവിടെയൊക്കെയോ പിന്നെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇല്ലേ എന്നുള്ളൊരു തോന്നലുണ്ട്. ആൻഡ് അതിനൊപ്പം തന്നെ റഫീനയുടെ പരിക്ക്, അതൊരു ഇച്ചിരി ടെൻഷൻ വരുന്നുണ്ട്. എന്തായിരിക്കും ഏതായിരിക്കും എന്നുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ബാക്കി വരട്ടെ. എന്തായാലും ബ്രസീൽ ഫാൻസിന് ആഘോഷിക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ട്. 3 ഗോളുടെ തകർപ്പൻ വിജയത്തോടെ ഇപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ 1ാം സ്ഥാനത്ത് ബ്രസീൽ തന്നെയാണ്. സോ എന്താണ് നിങ്ങൾക്ക് മത്സരത്തെക്കുറിച്ച് തോന്നിയെന്നുള്ളത് താഴെ കമൻറ്റ് കറോ.